ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഒരു ദിവസം കൊണ്ട് കറങ്ങി തീർത്ത്. ജയ്പൂരിലുള്ള സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കറങ്ങി തീർക്കാനുള്ള സ്ഥലങ്ങളെ ജയ്പൂരിലുള്ളൂ. നമ്മൾ നോക്കി നമ്മൾ ഇപ്പോൾ എത്തും. മുകളിലെത്തിയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇബ്രാഹിമാണ് എടുക്കുന്നത്. നമ്മളിന്ന് 2 വണ്ടി എടുത്തിട്ടില്ല. ട്രാഫിക്കൊക്കെ ഉണ്ടാവുന്നതിനുകൊണ്ട് ഒരു വണ്ടി എടുത്തിട്ടാണ് വന്നത്. അവിടെ എത്തിയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇബ്രാഹിം, എനിക്കെന്താ പറയണ്ടോ? ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നെഹർഗറിലുള്ളത് നെഹർഗർ ഫോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട്. ബൈക്കൊന്നും ഇല്ലല്ലോ ഇവിടെ. ഹെൽമെറ്റ് വേണം, അവിടെ കൊടുത്തോട്ടോ. നമ്മളെ ഉള്ളിലേക്ക് കയറ്റില്ല, ഗൂഗിൾ പേ ആണ് നമ്മളതിലുള്ള. ക്യാഷ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇയാളെടുത്ത് ചേഞ്ച് ചോദിക്കാൻ വന്നതാണ്. ഇയാൾക്ക് ഗൂഗിൾ പേ അയച്ചു കൊടുക്കാം 500 രൂപ. അപ്പോൾ 500 രൂപ നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞു ക്യാഷായിട്ട്. അപ്പോൾ അയാൾ 2 കുൽഫി വാങ്ങിയാൽ പൈസ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുൽഫി വാങ്ങാൻ കയറാൻ വേണ്ടിയിട്ട്. ये कितने का है? 50 50 एक का 50. चांबियതാണ്. 50 रुपया. इतना तो नहीं आता ये. इतना तो नहीं आता ये. 50 का तो नहीं आता. मलाई का प्लेन ये वाइट भी है. वाइट प्लेन आता दूध का. केसर मलाई का भी आता. എന്തായാലും തിന്നു. ഇനി രസമില്ല. ഏയ് എല്ലായിടത്തും ഗൈഡ് വേണ്ട. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ മൊത്തം ടൂർ അടിക്കാനുള്ളതിനെ കൊണ്ട് ഗൈഡിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പൈസ ഉണ്ടാവില്ല എന്നറിയത്. ഗൈഡ് വേണ്ട. അതല്ല, സ്കൂളിൽ ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ പോണേ. ഭാവി വ്ളോഗറാണ് ഇബ്രാഹിം. ക്യാമറമാനാക്കി കുറെ വീഡിയോയിൽ വരുന്നില്ല. ഞാനിപ്പോ അവന്റെ ക്യാമറമാനാണ്. ഞങ്ങക്ക് പറയാനുള്ള പറഞ്ഞ തന്നെ ഷൂട്ട് ചെയ്തോളാം. പറയാൻ എന്താ ഉള്ളത്? ഇതേതാ നമ്മള് വരുമ്പോ ജയ്ഗർ എന്ന് പറഞ്ഞ അല്ല, ഇതേതാണ്? നെഹർഗർ എന്ന് പറഞ്ഞ ഇത് ജയ്ഗറാണ്. ഒരു ആൾക്ക് 150 റുപ്യാണ്. 300. എന്തിനാണ് ഇത്ര പൈസ? ഒട്ടകത്തിനെ തൊടാൻ പോയതട്ടോ. എന്താ അവനെ ആട്ടി പറഞ്ഞേച്ച് എല്ലായിടത്തും പോയി നാണം കെട്ടല്ലോ അവൻ്റെ പണി. 50 റുപ്യാന്ന് പറഞ്ഞേ. ഇവിടെ ആർമറി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട വാഴ തോട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടെ ഒരിക്കലും കാണൂല എന്ന് വിചാരിക്കുന്ന സാധനമൊക്കെ കേട്ടോ. രാജസ്ഥാൻ മരുഭൂമിയിൽ വാഴ. ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി. ഒന്നും ഒരു ഉണ്ടോ പഴയതാ വന്നത്. ഒരു ഐഡിയ കിട്ടില്ല. 150 റുപ്യക്കുള്ള മുതലില്ല എന്നാണ് ഇബ്രാഹിം പറയുന്നത്. മുകളിലൊക്കെ ആൾക്കാരുണ്ട്. വന്നത് ഇവിടുന്ന് ആയിരിക്കും ആംബർ ഫോർട്ട് രക്ഷപ്പെടുത്തൽ. വെടിയേക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഇവിടെ ആയിരിക്കും യുദ്ധം ചെയ്യുമ്പോൾ. താറ്റൊക്കെ കാണട്ടോ. അവിടുന്ന് താറ്റൊക്കെ കാണാൻ പറ്റും. ഇത് വെടി വെക്കണ സ്ഥലാടാ, മനസ്സിലായില്ലേ? ഇവിടെ നിന്നാണ് ഇവര് പ്രൊട്ടക്ട് ചെയ്യല്. ഓ പൊളി വ്യൂ കേട്ടോ. ജനാൻ്റെ കൂടി നോക്ക്. ആംബർ ഫോർട്ട് അതാ.
നടന്നു പോകാനുള്ള അവിടുന്ന് ഗേറ്റിൽ ഇങ്ങോട്ട് വരാം. ഫോട്ടോ എടുക്കാം. അതാ ഉണ്ടാ അംബർ ഫോർട്ട്. ജൽമഹൽ അവിടേക്ക് കാണാൻ കഴിയും. കുറച്ച് വെള്ളം കാണില്ലേ അവിടെ ജൽമഹലാണ് കേട്ടോ. ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ ജനാലിൻ്റെ ഉള്ളിലാണുള്ളത്. അതാ ജനാലിൻ്റെ ഉള്ളിലാണ്. താഴത്തേക്ക് വീണാൽ പ്രശ്നമൊന്നുമില്ല, അവിടെ ഏരിയ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വീണാലാണ് പ്രശ്നം. ഇബ്രാഹിമ എൻ്റെ തലയിടറാ ആണ്ടാ വീഡിയോയിൽ കിട്ടാനാ. ഇനി അവൻ്റെ ഫോട്ടോ എടുത്തു. ഇവിടെ മെയിൻ സംഭവം വ്യൂ ആണ് കേട്ടോ. ഫുള്ള് സിറ്റീൻ്റെ വ്യൂ, ജയ്പൂരിൻ്റെ വ്യൂ. എവിടെ നിന്നൊക്കെ കിട്ടും, എല്ലാം കിട്ടും. കണ്ടോ നമ്പർ ഫോട്ടോ അതാ കാണുന്നത്. ഇവിടെ നല്ല ഹൈറ്റാണ്. അത് ഈ ഫോർട്ടിൻ്റെ ഭാഗമാടാ, അതാ അറ്റത്ത്. മറ്റേ ഫോട്ടോ അപ്പുറത്തെ സൈഡിലാണ്. ഇത് ജയ്ഗാദും മറ്റേ നെഹർഗാദും. നമ്മളെ അവിടെയൊക്കെ നമ്മൾ പോയല്ലേ എടാ. ഇത് വലിയ ഏരിയ കേട്ടോ. നമ്മള് മോളിൽ കാണുമ്പോഴേ പുറത്തുനിന്ന് കാണുമ്പോഴേ വലിയ ഏരിയ ഉള്ളത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയാൽ മനസ്സിലായിട്ടല്ലേ നമ്മൾ ഇവിടേക്കൊന്നും വന്നില്ല. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ടോപ്പ് വ്യൂ കേട്ടോ. കാലൊക്കെ വരയ്ക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഹൈറ്റ് ധൈര്യം കുറവാ. ആൾക്കാരവിടെ ചീത്ത അറിയണ്ട. അതിന് കയറിയിട്ട് അതാ നമ്മളല്ലല്ലോ ചീത്ത അറിയണേ. അപ്പോൾ നമ്മൾ മൈൻഡിൻ്റെ ആവശ്യമില്ല. ഇബ്രാഹിം ഇപ്പോൾ അതിൻ്റെ കൂടെ ചാടാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പം ആ ചീത്ത കേൾക്കേണ്ടത് അവനാണ്. ആടാ ഗൈസ് ഇപ്പം കണ്ടില്ലേ എടാ, അതേതാണ് ഫോർട്ട്? ജയ്ഗർ ഫോർട്ട്. എനിക്ക് ഈ പേരൊന്നും ഓർത്ത് വെക്കാൻ വയ്യ, മറന്നോണാണ്. നെഹർഗറും ജയ്ഗറും രണ്ടും ഒരേപോലെ തോന്നുന്നു. ഇതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും നെഹർഗർ. വ്യൂ ഒക്കെ കണ്ടില്ലേ, കിഡിലോസ്കി വ്യൂവാ. കിഡിലോസ്കി വ്യൂ ഉണ്ടോ. ഇവിടെ നമ്മൾ ആംബർ ഫോർട്ട് കണ്ടില്ലേ. എൻ്റെ പോയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു വിടാം. ഇവിടെ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഒരാഴ്ച ടോപ്പാണ്. ഫോണിലെത്താൻ ഇബ്രാഹിം കുറേ കഷ്ടപ്പെടും. കുഴപ്പമില്ല, ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം. ഇബ്രാഹിം ഇപ്പം പറഞ്ഞൊരു കാര്യമാണ്, രാജസ്ഥാനിൽ പച്ചപ്പില്ല എന്ന് ആരാ പറയണത്. ഫുള്ളും ഗ്രീനറി കേട്ടോ. പറഞ്ഞാൽ തന്നെ ഓൻ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞല്ല. വെള്ളം കിട്ടാത്തതിൻ്റെ ഒരു ഡ്രൈനസ് മാത്രമേ ഇതിൽ കാണാനുള്ളൂ. പിന്നെ അതാ ദൂരത്ത് കാണാനുണ്ടോ, അതാണ് ജൽമഹൽ. വെള്ളത്തിൻ്റെ നടുവിലൊരു കൊട്ടാരമുണ്ട്. അവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ വലിയ പൈസക്കാരാണെങ്കിൽ പോകായിരുന്നു എന്നാണ് തോന്നുന്നത്. അവിടെ ഏതോ ഷൂട്ടിങ്ങൊക്കെ നടന്നിങ്ങനെ പറയാം. റത്തൻ തൽപായ പറഞ്ഞ സിനിമയൊക്കെ അവിടെ നിന്ന് നടന്നു. ഇനി അവിടെ ആണോ ഉദയ്പൂരിലാണോ അറിയില്ല. ഒരു ജൽമഹലിൻ്റെ അവിടെ നിന്നാണ് നടന്നത്. ഉണ്ടോ വ്യൂ, കിഡിലോസ്കി വ്യൂവാ. ചെറുതായിട്ട് വെയിലുണ്ട്. പക്ഷേ ഇന്നലത്തെ കിഷൻഗഡ് മറ്റേ ഡംപിങ് യാർഡുള്ള ആ വെയിലും പിന്നെ നമ്മളെ നെഹർഗഡ് ഏതേന് ഫോർട്ട്
ജോധ്പൂർ ഉണ്ടായ ആ ഫോർട്ടിൽ അതേമാതിരി നമ്മളെ ഇവിടെ ജയ്സൽമീറിലുണ്ടായ ആ വെയിലൊന്നും ഇവിടെ ഇല്ല. ഇത് ഭയങ്കര അവിടെ ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വെയിലാണ്. പ്ലസ് ഇവിടെ ചെറിയൊരു തണുത്ത കാറ്റ്, തണുത്തെന്നല്ല ചെറിയൊരു സാധനം ഇവിടെ ഉണ്ട്. അതിനുകൊണ്ട് നമുക്ക് ജീവിച്ചു പോവാം, അല്ലെങ്കിൽ തീരുമാനം. ഇനിയിപ്പോൾ ഒരു പീരങ്കി ഉണ്ട്, വലിയ പീരങ്കി. ഇത് യുദ്ധം ചെയ്യുന്ന ഏരിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. താഴെ ആംബർ ഫോർട്ട് ഉണ്ട്, അത് പ്രൊട്ടക്ഷന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഏരിയയാണ്, സൈനികരൊക്കെ നിൽക്കുന്ന ഏരിയ ആണ്. ഈ പീരങ്കി കൂടി കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഫോർട്ടിലേക്ക് പോവാം. അതാ ഇതിൻ്റെ ഉള്ളിൽ പീരങ്കി കാണണ്ട ഞങ്ങൾ. അതൊക്കെ ആരാണ്? ഈ സൈനികരല്ലേ അതൊക്കെ ഈ പണിയൊക്കെ എടുക്കണ്ടി. बहुत अच्छा है. അപ്പോൾ ഇനി താഴത്തേക്ക് ഇറങ്ങാം. ഉണ്ട് ഇനി ചെക്കൻ നിൽക്കാതാ ഇങ്ങോട്ടാ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറ്റിയത്? ഇത് ഉണ്ടാക്കി തന്നെ ഇവിടെ നിന്ന് Guys, Jaiwan is believed to be the largest cannon in the world, pulled by elephants and ropes. ലോകത്തെ ഏറ്റവും വലിയ പീരങ്കിയാണെന്ന് പറയുന്നത് ജൈവാൻ കാനൺ, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ കണ്ട്. നെക്സ്റ്റ് സ്ഥലം അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അടുത്ത കോട്ടയാണ്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, വൃത്തികേടാക്കിയിട്ടുണ്ട് ഇവർ. മെയിൻ്റനൻസ് വളരെ കമ്മിയല്ല കമ്മി. ഇത് അടിപൊളി വ്യൂ ആണ്. പുറത്തേക്ക് ക്യാമറയിലൊരു കുന്തം കിട്ടുന്നില്ല, അതപ്പോൾ സങ്കടം. ഫോണിൻ്റെ ക്യാമറ കിട്ടും കേട്ടോ. ജയ്യും നെഹർഗറുമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് കഴിഞ്ഞ് ഇതിപ്പോൾ നെക്സ്റ്റാണ്. എന്താണാവും? ജയ്പൂർ എന്ന് പറയുന്നത് ഭീകര സിറ്റി കേട്ടോ. ഈ വ്യൂ കണ്ടിട്ട് ഞാൻ ആകെ അന്താളിച്ച്. ടോപ്പിൽ നിന്ന് സിറ്റി ഫുള്ളും കിട്ടുന്നുണ്ട് കണ്ടോ. ഭയങ്കര സൈസാ. ഇങ്ങനെ പോവാണ്, ഞാൻ ക്യാമറ ഇങ്ങനെ തിരിക്കുക കേട്ടോ. തിരിക്കുമ്പോൾ അങ്ങോട്ട് അറ്റത്തേക്ക് ആകാശത്തിൻ്റെ ആ ലെവലിലൊക്കെ ബിൽഡിങ് കാണുന്നില്ല. ആ ഫോഗോ എന്താ മേഘം താഴത്തേക്ക് ഇറങ്ങിയിട്ട് ബിൽഡിങ്ങിൻ്റെ മോൾ ഭാഗം ഒന്നും കിട്ടണില്ല. ചെറിയ ഏരിയകളൊക്കെ കിട്ടണുള്ളൂ. ഭീകര സൈസാണ് സിറ്റി. ഇതാ ആ സൈഡിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡ് ടോട്ടൽ കാണിച്ചു തന്നെ. അതാ ഈ സൈഡിലേക്ക് നോക്കിക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ സെൻട്രലാണ് കിടക്കുന്നത്. ഞാൻ ഫുള്ള് റൗണ്ടാക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇബ്രാഹിം അവിടെ നിൽക്കുന്നുണ്ട്. ചില്ലറ സാധനമൊന്നുമല്ല കേട്ടോ അത്. ഇതാ ഇവിടെയൊക്കെ കാണണ്ട നിങ്ങൾ, ദൂരത്തേക്ക് പോയി നോക്ക്, ഫുള്ള് സിറ്റിയാണ്. ഏജാ സൈസ് ഇത്. ടോപ്പ് 10 വരുന്ന സിറ്റിയാണ് വന്നിട്ടോ ജയ്പൂർ. ഇബ്രാഹിം ഒരു കപ്പിൾസിന് ഫോട്ടോ എടുത്ത് കൊടുക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 4ാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആംബർ ഫോർട്ട്, പിന്നെ ജയ്ഗർ, അതേമാതിരി നെഹർഗർ. ഈ 3 കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ സ്പോട്ടാണ് നമ്മൾ കാണാൻ പോണത്. ജൽമഹൽ കാണിച്ചു തരാം. ഇതാ ഒരു ക്ലീൻ വ്യൂ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ട് കിടക്കണം. ഒരു പാർക്ക് പോലെയാണ്. റോഡതാ അവിടെ. അതോ ജൽമഹൽ, വെള്ളത്തിൻ്റെ നടുവിൽ ഉള്ളൊരു
കൊട്ടാരം. അവിടേക്ക് ആർക്കും എൻട്രി ഇല്ല എന്നാണ് തോന്നുന്നത്. പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഒരു 500-1000 കൊടുത്തിട്ട് പോകാനാണെങ്കിൽ നമ്മൾ പോവുമായിരുന്നു. ഇതിന് ക്ലിയർ വ്യൂ കിട്ടില്ല, കുറച്ച് ഡിസ്റ്റൻസിലാണ് സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ 4 സ്പോട്ട് കഴിഞ്ഞ് ടോട്ടൽ നമ്മൾ ലിസ്റ്റ് ഇട്ടത് 9 സ്പോട്ട് കഴിഞ്ഞു. അതിലൊന്ന് സൂ കഴിഞ്ഞു. ആ സൂ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇനിയിപ്പോൾ 8 എണ്ണത്തിൽ 4 എണ്ണം കഴിഞ്ഞ് ഇനി 4 എണ്ണം ബാക്കിയുണ്ട്. ഈ 4 എണ്ണം എന്ന് പറയുമ്പോൾ ഇനി ടൈം ഇപ്പോൾ ഏകദേശം 4 മണി 5 മണി കഴിക്കണം. ഇനി അടുത്ത 4 എണ്ണം കവർ ചെയ്യാൻ പറ്റുമോ നോക്കണം, ഉറപ്പില്ല. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒഴിവാക്കും. ഓക്കെ, ഇവിടുന്ന് പോവാണ് അടുത്ത സ്പോട്ട്. ഞാൻ പറഞ്ഞല്ലോ 4 എണ്ണം കൂടി ഉണ്ട്. 4 എണ്ണത്തിൽ എത്ര എണ്ണം കവർ ചെയ്യാൻ പറ്റും നോക്കാം. ഫുഡും കൂടി കഴിക്കണം. ചിക്കനൊക്കെ തിന്നിട്ട് എവിടെ കിട്ടുക നോക്കണം. അധികം വെജ് റെസ്റ്റോറൻ്റ് ആണുള്ളത്. ടൗണിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ ചിക്കൻ കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം. ഇനിയിപ്പോൾ ഒരു മ്യൂസിയം ഉണ്ട്, പത്രിക ഗേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഹവാമഹൽ. 3 എണ്ണം എനിക്ക് പേര് ഓർമ്മ ഉണ്ട്. ഒന്നും കൂടി ഉണ്ട് വേറെ ഏതോ. അപ്പോൾ നോക്കാം. ഹവാമഹൽ ചിലപ്പം കവർ ചെയ്യാം. പത്രിക ഗേറ്റ് പറഞ്ഞൊരു ഗേറ്റാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എണ്ണം കവർ ചെയ്ത് ബാക്കി 4 എണ്ണം നോക്കട്ടെ ഏതാ പോകാൻ പറ്റുക. ഏകദേശം ഇപ്പോൾ അടുത്ത സ്പോട്ടായ 5ാമത്തെ സ്പോട്ടായ ഹവാമഹലിൻ്റെ അടുത്തുള്ളത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വരികയാണ്. ഫുഡ് ഇതായി കൈലാഷ് വെജ് റെസ്റ്റോറൻറ്റ്. എല്ലായിടത്തും വെജാണ്. ചിക്കൻ എവിടെ കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കുന്തം കിട്ടുന്നില്ല. KFC ഉണ്ട്, പക്ഷെ കുറച്ച് ദൂരമാണ്. പിന്നെ അത് പോയി വരുമ്പോഴത്തേന് ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതിനെക്കൊണ്ട് ഹോട്ടലിൽ കയറി വെജ് തന്നെ കഴിക്കാൻ. അതെന്തിനാ എനിക്കറിയില്ല. നമ്മൾ സാധനം വന്നിട്ടുണ്ട്. ബട്ടർ നാൻ, ഓന് റൊട്ടിയാണ് ഓർഡർ ചെയ്ത്. പിന്നെ മട്ടർ പനീർ ബട്ടർ മസാലയ്ക്ക് പകരം ഇന്ന് ബട്ടർ പനീർ ഓർഡർ ചെയ്തു. അത് കഴിക്കാൻ ഒരു ലസ്സിയും കൂടി വരാണ്ട് രണ്ടാക്കും. അത് കഴിച്ചിട്ട് ഹവാമഹലിൽ കയറി കാണാം. ഹവാമഹലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലത്തെ വ്യൂ കാണിച്ചു തരാം, എന്നിട്ട് ഉള്ളോട്ട് കയറാം. പക്ക വ്യൂ ഇട്ടണമെങ്കിൽ ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറം പോകേണ്ടി വരും. ഇതാണ് വ്യൂ. നല്ല അടിപൊളിയാണ് കാണാൻ. ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ലൈറ്റൊക്കെ ഇങ്ങനെ ഓണാക്കി വരുന്നുണ്ട്. ഇരുട്ടായിക്കണം. നമ്മൾ ഉള്ളോട്ട് കയറാം. പിങ്ക് സിറ്റി ആട്ടോ ഈ കാണുന്നത്. ഫുള്ള് പിങ്ക് മറൂണിലടിച്ചിട്ട് പിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. ക്യാമറയിൽ നോക്കുമ്പോൾ ചെറിയ പിങ്കിഷ് ആയി തോന്നുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും ഫുള്ളും മറ്റേ ചെരുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ പീടിയാണ്. പിന്നെ ഈ ജ്വല്ലേഴ്സ് ഉണ്ടല്ലോ, ജ്വല്ലറികൾ, അതിൻ്റെ ഒക്കെ പീടിയാണ്. ഉള്ളോട്ട് കയറാം. മുകളിലേക്ക് കയറുകയാണ്. ടിക്കറ്റ് കയറാൻ ഹവാമഹലിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ. കയറുന്നത് ഹവാമഹൽ കാണാൻ രസമുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് ആൾക്കാരൊക്കെ മുകളിലൊക്കെ ഉണ്ട്. അവിടെ പോയി നോക്കാം. അവിടെ പോയി അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 എണ്ണം കവറായി. പിന്നെ 3 എണ്ണം നമ്മളെ പ്ലാനിലുള്ളത്. ഓൾറെഡി ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇനിയിപ്പോൾ അടുത്തത് ആൽബർട്ട് ഹോളായിരിക്കും. അത് മ്യൂസിയമാണ്. മ്യൂസിയം ചിലപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പുറത്തുനിന്നുള്ള വ്യൂ കിട്ടും ചിലപ്പോൾ. ഇനി നമ്മൾ കയറി നോക്കാം. അപ്പോൾ ഹവാമഹലിൻ്റെ ടോപ്പിലുള്ളത് താഴത്ത് റോഡൊക്കെ കാണുന്നു. നമ്മളെ ആംബർ ഫോർട്ടിനൊക്കെ 4 കിലോമീറ്റർ ഉള്ളൂ ആകെ. ക്യാമറയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിങ്ക് സിറ്റിയിലുള്ളത് നിങ്ങൾക്ക് കാണാം. പുറത്തൊക്കെ പിങ്ക് കളറിലുള്ള മറ്റേ എന്താ പറയുക
ഫുള്ള് ഷോപ്പുകളും എല്ലാം പിങ്ക് കളറിലാണ് ഉള്ളത്. ഈ ലൈന് ഫുള്ളും പിങ്ക് സിറ്റിയാണ്, ഫുള്ളും അറ്റം വരെ പോണ പിങ്ക് സിറ്റിയാണ്. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ് രസമൊക്കെ ഉണ്ട് കാണാൻ. ഈ ചില സാധനത്തിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ആയിക്കൂടി ഇറങ്ങണേ. നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. മുകളിലും ചെറുതായി ഇടിച്ച്. ഇവിടെ വരുമ്പോ ഹവാമേലല്ലടാ ഫേമസ്. ഇങ്ങനെയാണ് എവിടെയും പോകാൻ പറ്റൂല. പക്ഷെ നമ്മളപ്പോൾ തിരിച്ചിറങ്ങി ഈ ഫ്രണ്ടത്തെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. കേട്ടോ, പിങ്ക് സിറ്റിയാ ഫുള്ളും. മെറൂൺ കളറാ പെയിന്റ്, പിങ്ക് സിറ്റി എന്നാ പറയാ. ഇതിന് മുമ്പ് പോയി നോക്കാം, 2 ഫോട്ടോ എടുത്തിട്ട് അടുത്ത ആൽബർട്ട് ഹാളിൽ പോകാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോവാം. വീട് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ. അത്ര മതി. ഇപ്പോൾ ഓൾറെഡി 6-7 മണി ആവാനായിരിക്കണം. അപ്പം ഫ്രണ്ടത്തെ വ്യൂ ആയി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല, നമ്മൾ പുറത്ത് തന്നെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ആൽബർട്ട് ഹാൾ. മ്യൂസിയം ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ കാണുകയാണ്, കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത പത്രിക ഗേറ്റ് ഉണ്ട്, പിന്നെ സിറ്റി പാലസ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ വന്നത് നമ്മൾ 8 സ്ഥലത്തിൻ്റെ ലിസ്റ്റായിട്ട് അതിൽ 5 എണ്ണം കണ്ടേ. ഇനി ഇത് 6ാമത്താണ്. ഇനി പത്രിക ഗേറ്റും അതുപോലെ മറ്റേ സിറ്റി പാലസും. സിറ്റി പാലസ് മിക്കവാറും സ്കിപ്പ് ചെയ്യും. പത്രിക ഗേറ്റ് നമ്മൾ ചിലപ്പം കണ്ടിട്ട് തിരിച്ചു പോകും. എന്നിട്ട് നാളെ നമ്മൾ നെക്സ്റ്റ് പഞ്ചാബ് പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ 6ാമത്തെ സ്പോട്ട്. ഇത് രാത്രി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. രാവിലെ അതിനെക്കാട്ടും രസമായിരിക്കും. അപ്പോൾ എല്ലാവരും വന്നു നോക്കിയോളെ. പുറത്തുനിന്ന് കാണാനുള്ള വ്യൂ ഉള്ളൂ, അല്ലാതെ കുറേ സാധനങ്ങൾ അങ്ങനെയാണ് ഇവിടെ ജയ്പൂരിൽ. പുറത്തുനിന്ന് കാണാനുള്ള വ്യൂസാണുള്ളത്, പിന്നെ കാണൂല. നല്ല ഇരുട്ടാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ ഓക്കെ, പോവാം. 7ാമത്തെ സ്പോട്ടായ പത്രിക ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. പത്രിക ഗേറ്റ് ഇന്ന് തവണ ആരൊക്കെ പറഞ്ഞിട്ടോ. ഇതാണ് പത്രിക ഗേറ്റ്. അപ്പോൾ ഇത് 7ാമത്തെ സ്പോട്ടാണ്. ഇവിടുത്തെ മെയിൻ സ്പോട്ടുകളിൽ നമ്മൾ പോണേ. ഇനി ഒന്നും കൂടി ഉണ്ട്, സിറ്റി പാലസ്. അത് ചിലപ്പോൾ പോവാം. തിരിച്ചു പോണ വൈക്കലാണ്, അപ്പോൾ അതും കൂടി കവർ ചെയ്യാണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം പോയി നോക്കാം നമുക്ക്. സംഭവം ഒരു വൈബാക്കണ സ്ഥലമാണ്. ചെക്കന്മാരൊക്കെ അറിയില്ലേ, ഇതാണ് ഇവിടുത്തെ വൈബ്. ഇവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഡാൻസ്, സ്കേറ്റിംഗ്. ഇവിടെ പാട്ട്, റാപ്പാട്ടോ. അപ്പോൾ ഈ റാപ്പ് ചെയ്യണ കണ്ടില്ല അവിടെ ചെക്കൻ. ഇതേപോലെ ചെക്കന്മാരൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് മറ്റേ ഈ സെലിബ്രിറ്റീസൊക്കെ ആവണോ ആർക്കറിയാം, നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ കാണണം കേട്ടോ. റാപ്പിംഗ് ഒക്കെ മുംബൈയിലുണ്ടാവല് കണ്ടത് ഞാൻ. പത്രിക ഗേറ്റിൻ്റെ ബാക്ക് സൈഡ്. ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാജസ്ഥാൻ ടൂറ് അവസാനിച്ച്, ജയ്പൂർ ടൂർ അവസാനിച്ച്, രാജസ്ഥാനും കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് വിടും. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് സന്തുഷ്ടരായിരിക്കണമെന്ന് തോന്നുന്നു. ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്. പോയിട്ട് അവനെ പറയാം.